ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയായി എന്നെ ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്. അവരെ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരോടും കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം, ഒരു മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. ആമീൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സന്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം വായിക്കുമ്പോൾ മശിഹായുടെ പ്രതികാരവും യെശയ്യാവിൻ്റെ ഉത്കണ്ഠയും ഏറ്റുപറച്ചിലുമാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് ദൈവത്തിൻ്റെ നീതിയുടെ പുറത്തായി കഴിഞ്ഞപ്പോൾ മശിഹായുടെ പ്രതികാരം അവരുടെ മേൽ വരുന്നത് ആ അനുഭവത്തിൽ ആ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് യെശയ്യാ പ്രവാചകൻ വളരെ ഉത്കണ്ഠയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിച്ച് ആ ജനത്തിന് വേണ്ടി ഇടിവി നിൽക്കുക, ഏറ്റുപറയുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള പാപ സ്വഭാവങ്ങൾ, പാപത്തിന് അധീനമായ അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളും പലപ്പോഴും ജീവിതം തകർന്ന് സങ്കടപ്പെട്ട് നിരാശയുടെ, ദുഃഖത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ പ്രതികാര ദാഹം എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മളും ജീവിതത്തിൽ അങ്ങനെയൊക്കെ കടന്നു പോകാം. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ തകർന്നു പോകാതെ അതിനെ അതിജീവിക്കണം. പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി നിലവിളിച്ചെടിവി നിന്നതുപോലെ ഇന്ന് പകൽ ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള സകല ജനത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുവാൻ അതിനകത്ത് അവർ വീണുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ദാസന്മാരെ യെശയ്യാ പ്രവാചകനെ പോലെ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിർത്തി അവർക്ക് വേണ്ടി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം വായിക്കുമ്പോൾ നിങ്ങളെ ഞെരുക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. നിങ്ങളെ ഞെരുക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അപ്പം നിങ്ങളെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾ അടിപതറി പോകരുത്. മനുഷ്യൻ്റെ ജീവിതമാണ് എപ്പോഴും അടിപതറി വീഴും. കാൽ വഴുതി വീഴുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മനുഷ്യൻ അടിപതറി വീഴാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരുപാട് ശക്തികളുണ്ട്. എന്നാൽ അതിനെ നിങ്ങൾ ജയിക്കണമെന്നാണ് വചനം പറയുന്നത്. ഓരോ ഞെരുക്കത്തിനും ഓരോ കഷ്ടപ്പാടിലും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. നിങ്ങൾ കഷ്ടതയിൽ കടന്നു പോകും, പ്രതിസന്ധികളെ കടന്നു പോകും, പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് എന്നൊരു ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ശക്തി പ്രാപിക്കാൻ കഴിയും. അതേ പ്രിയരെ, ജീവിതത്തിൽ ശോധനകളാണ് എപ്പോഴും ഉള്ളത്, പ്രതിസന്ധികളാണ് എപ്പോഴും ഉള്ളത്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ മശിഹായുടെ പ്രതികാര ദിവസത്തെ കണ്ട് യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ ഉത്കണ്ഠയോടെ പ്രാർത്ഥിച്ചതുപോലെ അല്ലെങ്കിൽ നിലവിളിച്ചതുപോലെ ആ വചനം നമുക്ക് ആത്മാവിൽ ഒരു പ്രവചനമായി നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കഷ്ടതകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പതറിപ്പോകരുത്. മുമ്പ് ആവർത്തിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ സന്മുഖദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സമഭൂമി നിർത്തിയെന്ന് പറഞ്ഞ ബാബിലോണിൽ സമഭൂമിയിൽ നിർത്തിയ സ്വർണ്ണബിംബം ആരുടെ? നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലേ അവിടെ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തു? അവരെ തീച്ചൂളയിലേക്ക് എറിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് എറിഞ്ഞെങ്കിലും ഹല്ലേലൂയ കർത്താവിൻ്റെ സന്മുഖ ദൂതൻ തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്ന്, നാലാമനായി ഒരുവൻ ഇറങ്ങി വന്ന് തീച്ചൂളയിൽ വെന്തെരിയുമെന്ന് കാത്തു നിന്നിരുന്ന ബാബിലോണിയ രാജാവും സൈന്യവും നോക്കി നിൽക്കെ അവരോടൊപ്പം ദൈവദൂതനെ പോലൊരു ഇറങ്ങി വന്നത്. നീ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാലും നീ വെന്തെരിയുമെന്ന് തോന്നുന്ന അനുഭവമായിരുന്നാലും അവിടെയും ദൈവത്തിൻ്റെ സന്മുഖദൂതൻ ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, രോഗക്കിടക്കയിലാണോ, കടക്കണിയിലാണോ, സങ്കടത്തിലാണോ, ജോലിയില്ലായ്മയാണോ, നിരാശയാണോ, ഒറ്റപ്പെട്ട അനുഭവമാണോ, ജീവിതം തകർന്ന അനുഭവമാണോ, ഏതാണ് നീ കടന്നു പോകുന്ന പ്രതിസന്ധി? ഹല്ലേലൂയ. അതിന് നടുവിൽ നീ ഒരു ഏറ്റുപറച്ചിലോടെ ദൈവസ്ഥലേക്ക് വരുന്നെങ്കിൽ കർത്താവിൻ്റെ സന്മുഖദൂതൻ നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം നമുക്ക് അന്യനല്ല കേട്ടോ.
ദൈവം നമ്മുടെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവന്. ദൈവം നമുക്ക് ദൂരസ്ഥനല്ല, അവൻ നമുക്ക് സമീപസ്ഥനാണ്. അവൻ ദൂരസ്ഥനായിരിക്കുന്നത് പോലെ തന്നെ അവൻ സമീപസ്ഥനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ അരിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. സത്യവേദ പുസ്തകത്തിൽ അനേക കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കുടുംബത്തിൻ്റെ ദുഃഖം, പലവിധമായ ജോലികൾ, പലവിധമായ ഇടപാടുകൾ, പലവിധമായ പ്രതിസന്ധികൾ, അങ്ങനെയൊക്കെയുള്ള അനവധി സാഹചര്യങ്ങളെ കഴിഞ്ഞ പഴയ നിയമഭക്തന്മാരും കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ എന്തു ചെയ്തു? ദൈവത്തിൽ ആശ്രയിച്ചു. നമുക്കറിയാം, ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരടക്കം, ഹല്ലേലൂയ, സഭയുടെ ആദിമ പിതാക്കന്മാരടക്കം അനവധി ആളുകൾ അനവധി കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. ഹല്ലേലൂയ. അങ്ങനെ കഷ്ടത അവർക്ക് പെരുകുമ്പോൾ അവരെന്ത് ചെയ്തു? അവർ തളരാതെ, ഹല്ലേലൂയ, ദൈവസനി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കർത്താവിൻ്റെ സന്മുഖദൂതൻ അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഒരിക്കൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോസ്തലർ 16:25 വായിച്ചാൽ അറിയാം. ആ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനെ പൗലോസിനെ ശീലാസിനെ അടച്ചെങ്കിലും അവർ പാതിരാത്രിയിൽ, അർദ്ധരാത്രിയിൽ, ഹല്ലേലൂയ, അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഭൂകമ്പം ആ കാരാഗ്രഹത്തിലുണ്ടായി. കാരാഗ്രഹ അടിസ്ഥാനങ്ങളിളകി. കാരാഗ്രഹത്തിലുണ്ടായിരുന്ന പൗലോസിനെയും ശീലാസിനെയും സകല തടവുകാരുടെയും ചങ്ങല അഴിഞ്ഞു വീണു നാം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ സന്മുഖദൂതൻ ഇറങ്ങി വന്നപ്പോൾ എന്താണ് ചെയ്തത്? കാരാഗ്രഹത്തിൽ വലിയൊരു ഭൂകമ്പം, ചങ്ങലകൾ അഴിഞ്ഞു വീണുവെന്ന. ചങ്ങലകൾ അഴിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അപൂർവമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ എന്താണ്? ചങ്ങലകൾ അഴിഞ്ഞ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തെ ഉയർത്താൻ കഴിയാത്ത ചില ദേശത്തിൻ്റെ ചങ്ങലകൾ, ചില ആഭിചാരത്തെ ചങ്ങലകൾ, ചില സാത്താന ചങ്ങലകൾ, നിനക്കെതിരെ പോരാടുന്ന ചില ദുഷ്ടശക്തികൾ ചങ്ങലകൾ നിന്നെ ബന്ധിക്കാൻ നോക്കിയാലും പൗലോസിനെ ശീലാസിനെ പോലെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ചങ്ങലകളിൽ അകത്തുനിന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതെ, നിങ്ങളെ ശക്തനാക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിക്കണം. നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്കും കഴിയുകയില്ല. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അധ്വാനിക്കുന്നതിന് നോക്കുന്നതില്ല, പക്ഷേ അവയൊക്കെ ദൈവം പോറ്റുന്നില്ലേ? ഹല്ലേലൂയ. നമ്മൾ മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം 5-ാം അധ്യായം വായിച്ചതൊക്കെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് മത്തായി 6:27-29 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. നമുക്കറിയാം, സഭാപിതാവായിരുന്ന മാർട്ടിൻ ലൂതർ അദ്ദേഹം എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. മാർട്ടിൻ ലൂതറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടി, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തെ അതിജീവിക്കുവാൻ ദൈവ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ അവരോട് എപ്പോഴും, ഹല്ലേലൂയ, കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചു കെട്ടുവാൻ വന്ന പട്ടാളക്കാർ അദ്ദേഹത്തിന്മേലുള്ള ദൈവിക ശക്തി കണ്ട് പിടിച്ചു കെട്ടാതെ മടങ്ങിപ്പോയെന്നാണ്. മാർട്ടിൻ ലൂതറെ പിടിച്ചു കെട്ടാൻ വേണ്ടി പട്ടാളക്കാർ വന്നു. പട്ടാളക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലേ മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ പ്രാർത്ഥന ശബ്ദം ഉയർന്നപ്പോൾ പട്ടാളക്കാർ ഭയപ്പെട്ടു. കാരണം മാർട്ടിൻ ലൂതറിന്മേൽ അവർക്ക് കാണുവാൻ കഴിയാത്തൊരു വലിയ ശക്തി ഇറങ്ങി വന്നു. അതേ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇസ്രായേൽ പാപം ചെയ്തെങ്കിലും ലെസിയ പ്രവാചകൻ ഉത്കണ്ഠയോടെ അവർക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്മുഖദൂതൻ ഇറങ്ങി വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവരുടെ സന്മുഖദൂതൻ അവരെ രക്ഷിച്ചു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 50-ാം അധ്യായം 7-ാം വാക്യമുണ്ട്, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതെ, നിന്നെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും കേട്ടോ. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും കർത്താവേ, കടന്നു പോകുന്ന പ്രതികൂലത്തിന് നടുവിൽ നിന്ന് കർത്താവേ, സന്മുഖദൂതൻ ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച് സൗഖ്യമാക്കി ആശ്വാസം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.